നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണവുമായി ബി.ജെ.പി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വിദേശ ഫണ്ട് സ്വീകരിച്ചു. മലയാളി മാധ്യമപ്രവർത്തകരും പങ്കുപറ്റി. രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ രാഹുലും സോണിയയും ശ്രമിച്ചെന്ന് ബി.ജെ.പി. രാജ്യത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ വിദേശ ശക്തികൾ ഇടപെട്ടുവെന്നത് ആശങ്കാജനകമെന്ന വിദേശകാര്യ മന്ത്രാലയം. ഫണ്ട് കൈപ്പറ്റിയവരെ കണ്ടെത്തണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഗഗൻയാൻ ദൗത്യത്തിലെ ആദ്യ ആളില്ലാ പരീക്ഷണ പറക്കൽ ഈ വർഷമെന്ന ISRO ചെയർമാൻ. റോബോട്ടിക് കൈകൾ ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ സുപ്രധാന ഘടകമെന്നും ഡോക്ടർ വി നാരായണൻ. ഇസ്രോ ചെയർമാന്റെ പ്രതികരണം ജനം ടിവിയോട്. ഗഗൻയാൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഗഗൻയാൻ പ്രോഗ്രാം ആൾക്കാരെ മുകളിൽ സ്പേസ് കൊണ്ടുപോയിട്ട് സേഫായിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ്. அதுக்கு நிறைய ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ LVM-3 വെഹിക്കിൾ. അതിർത്തിയിലെ സേനാ പിന്മാറ്റ വിഷയത്തിൽ ചർച്ച. ജോഹന്നാസ്ബർഗിൽ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ചൈന വിദേശകാര്യ മന്ത്രിമാർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എയർ കണക്ടിവിറ്റി വിഷയങ്ങളും ചർച്ചയായി. കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുന്നതും പരിഗണനയിൽ. കേരളത്തിലെ റോഡ് വികസനത്തിന് വാരിക്കോരി കേന്ദ്ര സഹായം. 50,000 കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതി. പ്രഖ്യാപനം ഇൻവെസ്റ്റ് കേരള ഓൺലൈൻ മീറ്റ്. ഇസ്രായേലിൽ വൻ ഭീകരാക്രമണം. നിർത്തിയിട്ട 3 ബസ്സുകളിൽ സ്ഫോടനം. ആളപായമില്ല. തിരിച്ചടിക്കാൻ ഉത്തരവിട്ട ബെഞ്ചമിൻ നെതന്യാഹു. FBI തലപ്പത്ത ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേലിനെ തെരഞ്ഞെടുത്ത അമേരിക്കൻ സെനറ്റ്. വിജയം 49-നെതിരെ 51 വോട്ടുകൾക്ക്. ചരിത്രം കുറിച്ച് കേരളം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഫൈനലിൽ. ഗുജറാത്തിനെതിരെ 2 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ്. കേരളം ഫൈനലിലെത്തുന്നത് ഇത് ആദ്യം. വിശദമായ വാർത്തകളിലേക്ക്. വിദേശ ഫണ്ട് സ്വീകരിച്ച് ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ബി.ജെ.പി. USAID തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ മാത്രം ഭാരതത്തിലേക്ക് ഒഴുകിയത് $21 മില്യൺ. ചില മാധ്യമപ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും വിദേശ പണം കൈപ്പറ്റി രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. രാഹുലും കോൺഗ്രസും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നും ബി.ജെ.പി. ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ ആരോപിച്ചു. US ഇടപെട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിൽ മറ്റൊരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിറകെയാണ് കോൺഗ്രസും ചില മാധ്യമപ്രവർത്തകരും വിദേശ പണം കൈപ്പറ്റി രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന ആരോപണം ബി.ജെ.പി. ശക്തമാക്കിയത്. ബൈഡൻ ഭരണകാലത്ത് US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് കോടിക്കണക്കിന് രൂപ ഭാരതത്തിലേക്ക് നൽകി. തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ മാത്രം $21 മില്യൺ USAID വിനിയോഗിച്ചത്. ഇതിൽ 10 മലയാളികൾ ഉൾപ്പെടെ 86 മാധ്യമപ്രവർത്തകർക്കും പണം ലഭിച്ചു. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആശങ്കാജനകമാണെന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ പറഞ്ഞു. The party in opposition, the Congress party and Rahul Gandhi, who have taken oath under the Constitution to preserve the integrity and sovereignty of our country, are indulging in anti-India activities and activating and acting as a stimulus for anti-India forces to interfere in the pure and pristine electoral process of our country. വിദേശ സ്വാധീനത്തിലുള്ള മാധ്യമ പ്രവർത്തനം രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി ബി.ജെ.പി. IT സെൽ മേധാവി അമിത് മാളവ്യ പ്രതികരിച്ചു. നേരത്തെ 2012 UPA ഭരണകാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദേശ ഏജൻസിക്ക് സാമ്പത്തിക പിന്തുണ നൽകിയത് ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോർജ് സോറസ് ആണെന്നും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ജനം, ഡൽഹി. US ഭരണകൂടം പുറത്തുവിട്ട വിവരങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഫണ്ട് കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു. Information that has been put out by the US administration regarding certain USAID activities and funding. These are obviously very deeply troubling.
This has led to concerns about foreign interference in India's internal affairs. Relevant departments and agencies are looking into this matter. It would be premature to make a public comment at this stage. So, RESA relevant authorities are looking into this matter, and hopefully we can come up with an update on that subsequently. The democratic process of this country was so to be moderated, manipulated to dent purity of our electoral system. I am sure it emanates from a person in authority. Because one thing is right, because that is factual. Amount was given. Amount is not small. चाणक्य नीति को अपनाना चाहिए, इसकी जड़ में जाना चाहिए, जड़ से नष्ट करना चाहिए, पता लगाना चाहिए वो कौन लोग हैं जिन्होंने इस प्रकार के आक्रमण को स्वीकार किया, हमारे प्रजातांत्रिक मूल्यों के ऊपर इतना बड़ा कुठाराघात किया। उन ताकतों पर प्रतिघात करना हमारा राष्ट्र धर्म है, उनको बेनकाब करना होगा। നിലവിൽ US ഭരണകൂടം പുറത്തുവിട്ട വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ചും വിദേശ ഫണ്ട് കൈപ്പറ്റി, ആര് കൈപ്പറ്റി, കോൺഗ്രസിലെ ഏത് നേതാക്കൾ കൈപ്പറ്റി എന്നുള്ള കാര്യങ്ങൾ പുറത്തുവിടണമെന്ന് ഉപരാഷ്ട്രപതി ആവശ്യപ്പെടുന്നു. ഒപ്പം വിദേശകാര്യ മന്ത്രാലയവും തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കുന്നതിനായി USA $21 മില്യൺ വിനിയോഗിച്ചു എന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്, എന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനങ്ങളും പ്രതികരണങ്ങളുമാണ് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. BJPയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫണ്ട് കൈപ്പറ്റിയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരെയും രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകണമെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ആളുകൾ നടത്തിയത് എന്നുള്ള കാര്യം BJP ആരോപിച്ചിരുന്നു. അതിന് പിറകെയാണ് വിഷയത്തിൽ ശക്തമായ പ്രതികരണം രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ക്രൂരമായ അക്രമമാണ്. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ സ്വാധീനിക്കുന്നതിനായി വിദേശ ഫണ്ട് വിനിയോഗിച്ചു എന്ന വിഷയത്തിൽ ശക്തമായി അപലപിക്കുന്നു. ആ വിഷയത്തിൽ ശക്തമായി ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഈ വിഷയം കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. ആരെല്ലാമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത്, ഇത്തരത്തിൽ വിദേശ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് എത്തരത്തിൽ വിനിയോഗിച്ചു, അത് ഏത് സാഹചര്യത്തിലാണ് വിനിയോഗിച്ചിട്ടുള്ളത്, ഏതെല്ലാം ആളുകളുടെ കൈകളിലേക്ക് ആ പണം എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അവരെ തുറന്നു കാട്ടേണ്ടതും നമ്മുടെ കടമയാണ് എന്നുള്ളതാണ് ജഗ്ദീപ് ധൻഖർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് കഴിഞ്ഞ കാലത്ത്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അമേരിക്കയിൽ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് USAID എന്ന ഏജൻസി ഭാരതത്തിലേക്ക് $21 മില്യൺ, അതും തെരഞ്ഞെടുപ്പിൽ മറ്റൊരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, നിലവിൽ നരേന്ദ്രമോദിയാണ് നേതാവായി തെരഞ്ഞെടുത്തതെങ്കിൽ മറ്റൊരു നേതാവിനെയും കണ്ടെത്തുന്നതിന് വേണ്ടിയും നിലവിലുള്ള സുസ്ഥിരമായ ഭരണം തകർക്കുന്നതിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഭാരതത്തിനകത്ത് നടത്തുന്നതിനും ഇത്തരത്തിൽ ഫണ്ട് വിനിയോഗിച്ചു എന്ന പ്രതികരണം, പ്രസ്താവന, വിശദാംശങ്ങൾ പുറത്തുവിട്ടത് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അക്കാര്യവും ജഗ്ദീപ് ധൻഖർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിദേശ പണം എങ്ങനെ ഭാരതത്തിലേക്ക് എത്തി, അതാരുടെയൊക്കെ കൈകളിലേക്ക് എത്തി, എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അവരെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതുമാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം ഔദ്യോഗികമായൊരു പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയവും നടത്തിയിട്ടുണ്ട്. നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ USAID പണം വിനിയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് സംബന്ധിച്ച് ശക്തമായൊരു ആശങ്ക വിദേശകാര്യ മന്ത്രാലയം രേഖപ്പെടുത്തി. ഒപ്പം ബന്ധപ്പെട്ട വകുപ്പുകളും ഏജൻസികളും ഈ വിഷയം അന്വേഷിക്കുകയാണ് എന്ന പ്രസ്താവന കൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കൂടുതൽ പ്രസ്താവനകളിലേക്ക് കടക്കുന്നില്ല, കാരണം വിദേശകാര്യ മന്ത്രാലയം നടത്തുമ്പോൾ അത് വളരെ കൃത്യമായ ഔദ്യോഗികമായ പ്രസ്താവന തന്നെയാകും. അതുകൊണ്ട് നിലവിൽ
നിലവിൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഇത് ആശങ്കപ്പെടുത്തുന്നതാണ്. US പ്രസിഡന്റ് അല്ലെങ്കിൽ US ഭരണകൂടം തന്നെ ചില വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളും ഏജൻസികളും പരിശോധന നടത്തുകയാണ്. അതിനുശേഷം വിശദമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. ഏതായാലും വിഷയത്തിൽ ശക്തമായ അന്വേഷണം, കർശനമായ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ പുറത്തുവന്ന വിവരമനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മാത്രമാണ് $21 മില്യൺ USAയുടെ ഭാരതത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. അത് കൂടാതെ കോടിക്കണക്കിന് രൂപ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് USAIDും ഒപ്പം മറ്റ് വിദേശ ഏജൻസികളും ചെലവഴിച്ചു. ജോർജ് സോറസിനെ പോലെയുള്ള ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിദേശ വ്യവസായ ഭീമന്മാർ രാജ്യത്തിനകത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഒപ്പം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് UPA ഭരണകാലത്ത് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വിദേശ ഏജൻസിക്ക് സാമ്പത്തിക പിന്തുണ നൽകിയിരുന്നതും ജോർജ് സോറസ് ആണ് എന്ന പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം ചില മാധ്യമ പ്രവർത്തകരും വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനെതിരെ രൂക്ഷമായ വിമർശനവും വിഷയത്തിൽ ശക്തമായി അപലപിക്കുകയുമാണ് ഉപരാഷ്ട്രപതി ചെയ്തിട്ടുള്ളത്. ബന്ധപ്പെട്ട വകുപ്പുകളും ഏജൻസികളും കാര്യം ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തിന്മേൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന തുടർ നടപടികൾ ഏതായാലും ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ആരൊക്കെയാണ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയത് എന്ന വിശദാംശങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം കടക്കുമ്പോൾ നിലവിൽ 10 മലയാളികൾ ഉൾപ്പെടെ 86 മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ USAIDിൻ്റെ പണം ലഭിച്ചിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ്, വിവിധ ഗ്രാന്റ് എന്നുള്ള തലത്തിലാണ്, അത്തരത്തിൽ വിവിധ പേരുകളിലാണ് പണം നൽകിയതെങ്കിലും ആ പണം ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ത് തരത്തിലുള്ള ആശയ പ്രചാരണം, എന്ത് തരത്തിലുള്ള നരേഷൻസ്, എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ നടത്തി, മാധ്യമങ്ങളിൽ നടത്തി എന്നെ സംബന്ധിച്ചുള്ള പരിശോധന ഉണ്ടാകും. അതാണ് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ വിദേശ ഇടപെടലിൽ വഴിയുള്ള മാധ്യമ പ്രവർത്തനം ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും വിഷയത്തിൽ ശക്തമായ അന്വേഷണം, തുടരന്വേഷണം ഉണ്ടാകും. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തി. കൈലാസ് മാനസരോവർ യാത്ര, അതിർത്തിയിലെ സേനാ പിന്മാറ്റം തുടർന്നുള്ള വിഷയങ്ങളൊക്കെയും ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എയർ കണക്ടിവിറ്റി സംബന്ധിച്ച വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട്. ഹമാസ് ഇന്നലെ വിട്ടുകൊടുത്ത മൃതദേഹങ്ങളിൽ ഒന്ന് യഥാർത്ഥ ബന്ദിയുടേതല്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. ഷെറി ബിബാസിന്റെ മൃതദേഹം മാറിപ്പോയെന്നാണ് പ്രതിരോധ സേന അറിയിക്കുന്നത്. യഥാർത്ഥ മൃതദേഹം ഉടൻ വിട്ടു നൽകണമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന ആവശ്യപ്പെട്ടു. അതേസമയം മൃതദേഹം കൈകാര്യം ചെയ്ത രീതി മനുഷ്യാവകാശ ലംഘനമാണെന്ന് UN അറിയിച്ചു. ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും ജീവനോടെ തിരിച്ചെത്തിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദാനം നൽകിയിരുന്നു. മരിച്ച ബന്ദികളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. מדינת ישראל מרכינה ראש על 2 ילדים קטנים, תינוקות רכים, אחים, אריאל וכפיר ביבס זיכרונם לברכה, ועל עודד ליפשיץ זיכרונו לברכה, ממייסדי קיבוץ ניר עוז. 3 נרצחו באכזריות איומה בשבי החמאס בשבועות הראשונים של המלחמה. האכזריות של מפלצות החמאס אינה יודעת שום גבול. לא רק שהם חטפו את האב ירדן ביבס, את האם הצעירה שירי ואת 2 התינוקות הקטנים שלהם. അതേസമയം ഇന്നലെ വിട്ടുകൊടുത്ത 4 ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം മാറിപ്പോയതായി ഇസ്രായേൽ അറിയിച്ചു. ഷെറി ബിബാസിന്റെ മൃതദേഹത്തിന് പകരം മറ്റൊരാളുടെ മൃതദേഹമാണ് നൽകിയത്. ഇസ്രായേൽ പ്രതിരോധ സേന ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് യഥാർത്ഥ മൃതദേഹം ഉടൻ വിട്ടു നൽകണമെന്ന് ഔദ്യോഗികമായി ഇസ്രായേൽ ഹമാസിനെ അറിയിച്ചു. കൈമാറിയ മൃതദേഹം ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ ബന്ദികളിൽ ആരുടേതുമല്ല. ഇക്കാര്യവും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട്. അതേസമയം മൃതദേഹം കൈമാറുന്ന വേളയിൽ പരേഡ് നടത്തിയതിനെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു. UN മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വോക്കർ ടർക്ക് മൃതദേഹം പരേഡ് ചെയ്ത രീതി വെറുപ്പുളവാക്കുന്നതെന്ന് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇസ്രായേലിൽ വീണ്ടും ഭീകരാക്രമണം. ബാത്യാമിലും ഹോലോണിലും നിർത്തിയിട്ടിരുന്ന 3 ബസ്സുകളിലാണ് വൻ സ്ഫോടനം നടന്നത്. 2 ബസ്സുകളിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഇസ്രയേൽ ബത്യാമിലും ഹൊലോണിലുമാണ് ഭീകരാക്രമണമുണ്ടായത്. നിർത്തിയിട്ടിരുന്ന 3 ബസ്സുകളിലാണ് വൻ സ്ഫോടനം നടന്നത്. 2 ബസ്സുകളിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതിരോധ സേന നിർവീര്യമാക്കി. വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ നിർത്തിയിട്ട ബസ്സുകളിലാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ ആളപായമില്ല. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. IED സ്ഫോടനമാണ് നടന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലെ ഭീകര സംഘടനകൾക്കെതിരെ നടപടി ആരംഭിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സംഭവം. വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് ഭീകരപ്രവർത്തനം നടത്തുന്നവരെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശം നൽകി കഴിഞ്ഞു. വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ശക്തമായ പരിശോധന നടത്താനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചിരുന്നു. വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ ഇതിനെ എതിർത്തിരുന്നതായും സൂചനകളുണ്ട്. മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനമാണ് പ്രകോപനത്തിന് കാരണമെന്നും കരുതപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തുന്ന പ്രതിപക്ഷ ബഹുമാനവും മാനുഷികതയും എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ശരത് പവാറിനെ ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങളാണ്. അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനത്തിനിടയിലായിരുന്നു ഹൃദയസ്പർശിയായ ഈ കാഴ്ച. 98व्या अखिल भारतीय मराठी मान्यवरांच्या सहृदयतेचं आपण सगळे टाळ्यांनी ജമ്മുകശ്മീർ അതിർത്തിയിൽ ഇന്ത്യ പാക് സൈന്യത്തിന്റെ ഫ്ലാഗ് മീറ്റിംഗ് നടക്കും. അടുത്തിടെ പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലാഗ് മീറ്റിംഗ്. പാക് പ്രകോപനത്തിന് BSF ശക്തമായ മറുപടിയും നൽകിയിരുന്നു. ഡൽഹിയിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തി രേഖാ ഗുപ്ത സർക്കാർ. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി ആയുഷ്മാൻ ഭാരത് ഡൽഹിയിലും നടപ്പിലാക്കും. AP സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും വ്യക്തമാക്കുന്ന CAG റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ 2019 ആരംഭിച്ച സുപ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഈ പദ്ധതിക്ക് 12.34 കുടുംബങ്ങളിലായി 55 കോടി ഗുണഭോക്താക്കളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഡൽഹിയിലെ ആം ആദ്മി സർക്കാരും പശ്ചിമ ബംഗാളിലെ മമതാ സർക്കാരും നടപ്പാക്കിയിരുന്നില്ല. ഇന്നലെ ഭരണത്തിലേറിയ രേഖാ ഗുപ്ത സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആയുഷ്മാൻ ഭാരത് ഡൽഹിയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്ന 5 ലക്ഷം രൂപ കൂടാതെ ഡൽഹി സർക്കാർ 5 ലക്ഷം അധികമായി നൽകും. അതായത് ഡൽഹിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമാകുന്ന ഒരാൾക്ക് പ്രതിവർഷം 10 ലക്ഷത്തിന്റെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാകും. ഡൽഹിയിലും ആയുഷ്മാൻ ഭാരത് നടപ്പാക്കുമെന്നത് ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. तो आज की पहली कैबिनेट मीटिंग में ही हमने अपनी ओर से आयुष्मान योजना दिल्ली में जो टॉप अप के साथ 5 लाख का टॉप अप जो हम दिल्ली सरकार की ओर से देंगे और 5 लाख रुपए केंद्र सरकार की ओर से दिया जाएगा. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന മഹിളാ സ്മൃതി യോജനയുടെ ആദ്യ ഗഡു അടുത്ത മാസം 8 നൽകും. ആം ആദ്മി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന 14 CAG റിപ്പോർട്ട് ഡൽഹി നിയമസഭയിൽ വയ്ക്കാനും ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ജനം, ഡൽഹി. ഇനി നോക്കാം സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. $3 ലക്ഷം കോടിയിലധികം രൂപയുടെ വരുമാനം മഹാകുംഭമേള നേടിത്തരുമെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിന്റെ സംഘടനാ മികവ് മഹാകുംഭമേളയിലൂടെ ലോകം തിരിച്ചറിഞ്ഞതായും യോഗി ആദിത്യനാഥ് UP നിയമസഭയിൽ വ്യക്തമാക്കി. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സും നടത്തിയ പഠനത്തിലും മഹാകുംഭമേള 3 ലക്ഷം കോടി രൂപയുടെ വരുമാനത്തിന് കാരണമാകുമെന്ന് വിലയിരുത്തിയിരുന്നു. ആത്മീയതയുടെ അനന്തവിഹായിസ് മാത്രമല്ല മഹാകുംഭമേള, മറിച്ച് സാധാരണക്കാരിലേക്ക് പണമെത്താൻ ഉതകുന്ന ബൃഹത് പദ്ധതി എന്ന നിലയിലും 2025 മഹാകുംഭമേള മാറി. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേള 3 ലക്ഷത്തിലധികം കോടി രൂപയുടെ വരുമാനം ജനിപ്പിക്കുന്നതായി
മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ഉത്തർപ്രദേശ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. യുപിയുടെ സാമ്പത്തിക മേഖലയിൽ കരുത്തുറ്റ മാറ്റം കൊണ്ടുവരാൻ മഹാകുംഭമേളയ്ക്കായി. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നടത്തിയ പഠനത്തിലും മഹാകുംഭമേള 3 ലക്ഷം കോടി രൂപയുടെ വരുമാനത്തിന് കാരണമാകുന്നതായി വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശിന്റെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിറ്റഴിക്കുന്നു. ഡയറി, കലണ്ടർ, മുളയുൽപ്പന്നങ്ങൾ, മറ്റ് കരകൗശല വസ്തുക്കളടക്കം പ്രാദേശിക വിപണി സജീവമായി. പുതിയ വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനും സാധ്യതകളേറി. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിനാകും മഹാകുംഭമേള വഴിവെക്കുന്നതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നടത്തിയ പഠനം സൂചിപ്പിക്കുന്നു. 45 ദിവസം കൊണ്ട് 40 കോടി തീർത്ഥാടകർ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നും അത് 2 ലക്ഷം കോടി രൂപയുടെ വരുമാനമുണ്ടാക്കുമെന്നുമായിരുന്നു പ്രതീക്ഷ. എന്നാൽ മഹാകുംഭമേള അവസാനിക്കാൻ 4 ദിവസങ്ങൾ അവശേഷിക്കുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണം 60 കോടി കഴിയുമെന്നാണ് വിലയിരുത്തൽ. ജനം, ഡൽഹി. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലൂടെ ഒരു സംസ്ഥാനങ്ങൾക്ക് മേലും പ്രത്യേക ഭാഷകൾ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. തമിഴ്നാട് മുഖ്യമന്ത്രി തെറ്റിദ്ധാരണ പരത്തി രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സർക്കാരിൻ്റെയും ഭരണപക്ഷ പാർട്ടിയുടെയും വാദം. ഭാഷയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് DMK സർക്കാരിന്റെ നയം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായുള്ള ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമാണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്ടിൽ ഹിന്ദി അനുവദിക്കില്ലെന്ന് കാട്ടി പ്രധാനമന്ത്രിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അയച്ച കത്ത് സദുദ്ദേശത്തോടുകൂടിയായിരുന്നില്ല. ഭാവനയിൽ സൃഷ്ടിച്ച വിഷയങ്ങൾ രാഷ്ട്രീയ നേട്ടമെന്ന ലക്ഷ്യത്തോടെ കത്തിലാക്കി. എല്ലാം MK സ്റ്റാലിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. Honorable Chief Minister of Tamil Nadu, Mr. MK Stalin has written a letter to Honorable Prime Minister of India, Sri Narendra Modi ji. He has written the letter not in a good spirit. He has mentioned few imaginary concerns through that letters, and his letter is full of political motivation and looking into his own political convenience. He has written that letter. ഭാരതത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ആഗോളതലത്തിൽ ഉയർത്തുന്നതിനൊപ്പം തമിഴടക്കം ഭാരതത്തിലെ മുഴുവൻ ഭാഷകളെയും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യവും ദേശീയ വിദ്യാഭ്യാസ നയത്തിനുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. കാശി തമിഴ് സംഗമം, സൗരാഷ്ട്ര തമിഴ് സംഗമം 13 ഭാഷകളിലേക്ക് തിരുക്കുറൽ പരിഭാഷപ്പെടുത്തിയതും സിംഗപ്പൂരിലെ തിരുവള്ളുവർ കൾച്ചറൽ സെന്ററുമടക്കം തമിഴ്നാടിനെയും തമിഴ് ഭാഷയെയും ഉയർത്താൻ പ്രധാനമന്ത്രി മുൻകൈയെടുത്തതായും വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു. ജനം, ഡൽഹി. ഗഗൻയാൻ ദൗത്യത്തിലെ ആദ്യ ആളില്ലാ പരീക്ഷണ പറക്കൽ ഈ വർഷം നടക്കുമെന്ന് ISRO ചെയർമാൻ ജനം ടിവിയോട്. കേരളത്തിലെ ISRO ഇനീഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് നിർമ്മിച്ച റോബോട്ടിക് കൈകൾ ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ സുപ്രധാന ഘടകമായി മാറുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ പറഞ്ഞു. ജനുവരി 16 നടന്ന ഡോക്കിംഗ് ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ തന്ത്രപ്രധാനമെന്നും അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചു. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, എന്തൊക്കെയാണ് സർ പരിപാടികൾ, എന്തൊക്കെയാണ് റിവ്യൂ മീറ്റിംഗ്സ്? ഇല്ല, ഇവിടെ ഇത് റിവ്യൂ മീറ്റിംഗ് ഇല്ല. ഞാൻ ഇപ്പം ചാർജ് എടുത്തിട്ട് ജനുവരി 13 ചാർജ് എടുത്തിട്ട് ബാംഗ്ലൂർ ജനുവരി 15 പോയി. പിന്നെ ഇപ്പം നമ്മൾ എല്ലാ സെൻട്രലിലെ എല്ലാ എംപ്ലോയീസും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പം VSSൽ രാവിലെ അഡ്രസ്സ് ചെയ്ത്, പിന്നെ ഇപ്പം IASU ആൻഡ് കോമ്പോസിറ്റ് ഗ്രൂപ്പ് ടീം വട്ടിയൂർക്കാവിലെ ഇപ്പോൾ എല്ലാവരെയും കണ്ട്, ഇനിയിപ്പം നേരെ IAST വലിയമലയിലെ IASTയും പിന്നെ LPSC ടീമും അവിടെ കാണാൻ ഇപ്പം പോകുന്നതുണ്ട്. സാർ, ആദ്യമായി ജോലി ചെയ്തൊരു സ്ഥലത്തേക്ക് ISRO ചെയർമാനായിട്ട് തിരിച്ച് എത്തുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? അതൊരു ഭയങ്കര ഒരു ഹാപ്പി അക്കേഷനാണ്. കാരണം ഞാൻ ഇവിടെ ഫെബ്രുവരി 1, 1984 ഇവിടെയാണ്, ഈ ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്തത്. ISRO താഴെയുള്ള വട്ടിയൂർക്കാവിലുള്ള കോമ്പോസിറ്റ്സ് ഗ്രൂപ്പ് എന്ന് പറയും, അവിടെയാണ് ജോയിൻ ചെയ്ത് ആദ്യത്തെ ജോലി ASLV സാലിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലെ നാസിൽസും പിന്നെ റോഹിണി സൗണ്ട് റാക്കറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ നാസിൽസ്, ഇതിലാണ് ജോലി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ 4.5 കൊല്ലം വരുന്നത്, 84 to 88 വരെ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെയാണ് MTech പഠിക്കാൻ പോയത്. പിന്നെ പഠിക്കാൻ പോയിട്ടും പിന്നെ തിരിച്ച് ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് ഏപ്രിൽ 23, 1990 വലിയമലയിലെ ക്രയോജനിക് പ്രോജക്റ്റിൽ പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു യങ് സ്റ്റേജിൽ ഇവിടെ ജോയിൻ ചെയ്ത്, അന്ന് 18 വയസ്സേ
ആയിട്ടുള്ളൂ. ആ സമയത്തിലാണ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തത്. അന്ന് ജോയിൻ ചെയ്ത് പിന്നെ ഇവിടെ ഇത് നല്ലൊരു ഗ്രൂപ്പാണ്, നല്ലൊരു ഫാമിലി, ഒരു എൻവയറൺമെൻറ്റാണ് ഉണ്ടായിരുന്നത്. ഒരു ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടും ഇവൻ എൻ്റെ ബാസ് ചട്ടനാഥൻ സാറിന് പറയും, അതുക്ക് മുകളിൽ PN സുബ്രഹ്മണ്യൻ സാർ, CR സത്യ സാർ, അവരോട് എല്ലാം ചേർന്ന് ജോലി ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ഇവിടെയല്ലേ ഇതല്ലേ എൻ്റെ ഫൗണ്ടേഷനിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നത് ഭയങ്കര ഒരു സന്തോഷமான ഒരു ഒക്കേഷനാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.